എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ക്ലാസ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ന്യൂസ് റീഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളൊരവസരമാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും 10 ഇൻസിഡൻസ് മാത്രമാണ്. ഒരു പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 സംഭവങ്ങൾ. എന്തിനാണ് ഞങ്ങൾ ഈ 10 സംഭവങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നിങ്ങളിനി 2nd and 3rd സെമസ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ബ്രിട്ടൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ചില സംഭവങ്ങളെ ഞാൻ നേരത്തെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. കാരണം നിങ്ങൾക്ക് ബ്രിട്ടീഷ് ഹിസ്റ്ററിയുമായി, ബ്രിട്ടൻ എന്ന രാജ്യവുമായിട്ട് ഒരു ചെറിയ അടുപ്പം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഇൻസിഡൻസ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഇൻസിഡൻസ് പരിചയപ്പെടുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ 2nd and 3rd സെമസ്റ്ററിൽ ഹിസ്റ്ററി അല്പം കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാനും ഇത് സാറ് മുൻപേ പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ആ ഇൻസിഡൻറ്റിലേക്ക് കൂടുതലായിട്ട് അടുക്കാനും ഹിസ്റ്ററിയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ചില സംഭവങ്ങളിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടാൻ പോകുന്നത്. ഇതൊരു പക്ഷേ ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ തക്ക രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ബ്രിട്ടൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായ കാര്യങ്ങളല്ലേ, അതൊക്കെ ഞങ്ങളെന്തിനാ അറിഞ്ഞിരിക്കണേ എന്ന് ചിന്തിക്കരുത് ഒരു കാരണവശാലും. ലോകത്തിന് മാറ്റം കൊണ്ടുവരാൻ കാരണമായി എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സോഷ്യൽ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ടോപ്പിക്, അതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇൻസിഡൻസും അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലെയിനിങ്ങുമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് ബ്രിട്ടൻ എന്ന രാജ്യത്തെക്കുറിച്ച്, ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആദ്യമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാണ്. ബ്രിട്ടൻ പല പേരുകളിൽ അറിയപ്പെടും. ബ്രിട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് ബ്രിട്ടൻ തന്നെയാണ്. മറ്റൊന്ന് ഇംഗ്ലണ്ട് എന്നുള്ള പേരാണ്. മൂന്നാമത് അറിയപ്പെടുന്ന രീതിയാണ് UK. UK എന്ന് പറയുന്നതും ബ്രിട്ടൻ എന്ന് പറയുന്നതും ഇംഗ്ലണ്ട് എന്ന് പറയുന്നതും ഒരു രാജ്യം തന്നെയാണെന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒരു ഡൗട്ട് വരും, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ബ്രിട്ടൻ്റെ ആദ്യകാല പേരാണ്. കാരണം ആദ്യം ചില ദ്വീപ് സമൂഹങ്ങളായിട്ടാണ് ബ്രിട്ടൻ അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് ഐൽസ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഏകദേശം 600ഓളം ദ്വീപുകളായിട്ട് വിഭജിച്ച് കിടക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം, അത് ഒരൊറ്റ പേരിലേക്ക് ചുരുങ്ങിയപ്പോൾ ബ്രിട്ടീഷ് ഐൽസ് എന്ന പേരിലേക്ക് അത് വഴിമാറുകയായിരുന്നു. ഈ ബ്രിട്ടീഷ് ഐൽസ് പിന്നീട് രൂപമാറ്റം സംഭവിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ ലാൻഡ് എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലണ്ട് എന്നുള്ള പേര് സ്വീകരിക്കാനിടയായി. ഈ ഇംഗ്ലണ്ട് എന്ന പേരൊക്കെ കിട്ടുന്നതിന് മുൻപേ വന്നിട്ടുള്ള പേരാണ് UK, യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. കാരണം യുണൈറ്റ് ചെയ്യണമെങ്കിൽ 2 പേരെങ്കിലും വേണമെങ്കിലും. ബ്രിട്ടൻ, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഈ 4 രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സിംഗിൾ നേഷനായിട്ട് കണക്കാക്കിയിരുന്ന കാലഘട്ടത്തിൽ വിളിക്കുന്ന പേരാണ് UK. പ്രാക്ടിക്കലി പല സമയത്തും ഇത് ഒരുമിച്ചല്ലായിരുന്നു. അയർലൻഡ് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ്. സ്കോട്ട്ലൻഡ് പലതവണ വിഭജിക്കപ്പെട്ട് മാറിപ്പോയിട്ടുള്ള രാജ്യമാണ്.
വളരെ റീസെൻ്റായിട്ട് 1990-കൾക്ക് ശേഷം വെയിൽസും സ്വതന്ത്ര രാജ്യമായിട്ട് മാറി. റയൽ ഇപ്പോൾ അടുത്ത് വിൽക്കാൻ തയ്യാറായ ഒരു താരമുണ്ട്, ഫുട്ബോൾ താരം, റയൽ മാഡ്രിഡിൻ്റെ താരമായിരുന്ന ഇപ്പോൾ ടോട്ടനം ഹോട്ട്സ്പറിലേക്ക് കൂറുമാറിയ ഗാരത്ത് ബെയിൽ. നാഷണൽ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടല്ല ബെയിൽ കളിക്കാറ്. ബെയിൽ കളിക്കുന്നത് വെയിൽസ് എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. സമീപ ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒറ്റയ്ക്ക് മീൻസ് ഒരു സിംഗിൾ നേഷൻ എന്ന രീതിയിൽ ഒരു കൊടിക്ക് കീഴിൽ മത്സരിക്കുന്ന രാജ്യമാണ് ഒളിമ്പിക്സിൽ. സ്വതന്ത്ര രാജ്യമാണ് വെയിൽസ്. ഇവരെ 4 പേരെയും കൂട്ടിച്ചേർത്ത് വിളിച്ചിരുന്നൊരു പേരാണ് യുണൈറ്റഡ് കിങ്ഡം. പക്ഷെ അത് പൂർണ്ണമായും അത്തരത്തിലൊരു യുണൈറ്റഡ് കിങ്ഡം ആക്കി മാറ്റാൻ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ആരെക്കൊണ്ടും സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവിടെ യാഥാർത്ഥ്യത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് ഒരു മിത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മിത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യുണൈറ്റഡ് കിങ്ഡം എന്ന ആശയം നിലനിന്ന് പോയിരുന്നത്. അപ്പോൾ ബ്രിട്ടനെ ചില സമയത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ, നിങ്ങൾ ഒളിമ്പിക്സിൻ്റെ റാങ്കിങ് അല്ലെങ്കിൽ മെഡൽ പട്ടിക നോക്കിയാൽ കാണാം, ഇന്ത്യക്ക് IND എന്നാണ് ഇത്, അമേരിക്കയ്ക്ക് USA എന്ന് ഇത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ജർമ്മനിക്ക് ജർമ്മനിയുടെ GER എന്നാണ് എഴുതുക. ബ്രിട്ടൻ എഴുതുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? GBR. എവിടുന്നാണ് G? ലോകത്ത് ഒരു രാജ്യത്തിൻ്റെയും മുൻപിൽ ചേർക്കാൻ കഴിയാത്ത ഒരു വിശേഷണത്തോട് കൂടിയിട്ടാണ് ബ്രിട്ടൻ ലോകത്തിന് മുൻപിൽ അറിയപ്പെടുന്നത്, ഗ്രേറ്റ് ബ്രിട്ടൻ. Why it is called as great? That is the real question. നമ്മളുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യം അതാണ്. എന്തുകൊണ്ട് ബ്രിട്ടൻ്റെ മുൻപിൽ മാത്രം ഗ്രേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു? ബ്രിട്ടൻ എന്താണ് ഇത്ര വലിയ പ്രത്യേകത? ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു രാജ്യത്തിൻ്റെ പോലും കോളനിയായി മാറാതെ ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ കോളനിയാക്കി വെച്ച് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം നിലനിർത്തി കൊണ്ടുപോയ രാജ്യമാണ് ബ്രിട്ടൻ. ആ ഗ്രേറ്റ്നെസ്സിനെയാണ് ലോകം ഗ്രേറ്റ് എന്ന ടൈറ്റിലോട് കൂട്ടിച്ചേർത്ത് ബ്രിട്ടൻ്റെ പേര് പറയാൻ തുടങ്ങിയത്. ലോകത്ത് ഒരു രാജ്യവും ഗ്രേറ്റ് എന്ന പേര് വെച്ചിട്ട് ഒളിമ്പിക്സിൽ ഇപ്പോൾ മത്സരിക്കുന്നില്ല. ഗ്രേറ്റ് ബ്രിട്ടൻ മാത്രമാണ് അത്തരത്തിലൊരു വിശേഷണം സ്വീകരിക്കുന്നത്. അപ്പം അതിൻ്റെ കാരണം ഇതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെയും കോളനി ആയില്ല. തുടക്കം മുതലേ ഇമ്പീരിയലിസവും കൊളോണിയലിസവും കൂട്ടുപിടിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കുകയും ഈവൻ ഫ്രാൻസിൻ്റെ ശക്തി എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചക്രവർത്തിയായി മാറാൻ ശ്രമിച്ച നെപ്പോളിയൻ പോലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലണ്ടിനെതിരെയാണ്. അതാണ് ഇംഗ്ലണ്ടിൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ഇന്ത്യ ഉൾപ്പെടെ പെടുന്ന ഏഷ്യൻ രാജ്യങ്ങളെ സ്വന്തം കീഴിൽ കൊണ്ടുവന്ന് 250-ലേറെ വർഷങ്ങൾ ഭരിച്ച് ഇവിടെ നിന്ന് നേടിയെടുക്കാവുന്നതിൻ്റെ പരമാവധി നേടിയെടുത്ത് സ്വന്തം രാജ്യത്തെ ഡെവലപ്പ് ചെയ്തു വന്ന രാജ്യമാണ് ബ്രിട്ടൻ. ഈ രാജ്യങ്ങളേക്ക് ഇപ്പോഴും കൂട്ടുപിടിച്ച് കോമൺവെൽത്ത് എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സ്വന്തം കീഴിൽ കോളനി ആയിരുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പോലും പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഒട്ടേറെ വിശേഷണങ്ങൾ, അതാണ് അവരുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സ്വന്തമാക്കാത്തക്ക രീതിയിലേക്ക് ഉയർന്നു വന്ന ഒരു രാജ്യം ലോകത്ത് വേറെ ഉണ്ടാവില്ല. വേറെ ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റില്ല. ഈ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് വിളിക്കപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലും ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു എന്ന് പറയുമ്പോൾ അറിയാം ബ്രിട്ടൻ്റെ ശക്തി എത്രത്തോളം വലുതായിരുന്നു എന്ന്. അവരുടെ നേവൽ സുപ്രീമസി, നാവികസേനയുടെ ശക്തി, ലോകത്ത് ഒരു രാജ്യത്തിനും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത നാവികസേന. ലോകത്ത് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച രാജ്യം, പുതിയ പുതിയ ട്രേഡ് റൂട്ടുകൾ കണ്ടെത്താൻ പലർക്കും പ്രചോദനം പകർന്ന രാജ്യം, അതിലൂടെ പുതിയ നാവിഗേഷൻ റൂട്ട് മാപ്സ് ക്രിയേറ്റ് ചെയ്ത രാജ്യം. ഇത്രയേറെ വിശേഷണങ്ങളുള്ള മറ്റേതൊരു രാജ്യമുണ്ട് ലോകത്ത്? അപ്പോൾ ഈ പ്രത്യേകതകളാണ് ബ്രിട്ടനെ ഇന്ന് കാണുന്ന ഗ്രേറ്റ് എന്ന വാക്കിന്
ഗ്രേറ്റ് എന്ന ടൈറ്റിലിന് അനുയോജ്യമായിട്ടുള്ള രാജ്യമാക്കി മാറ്റിയത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രത്തിന് അടയാളപ്പെടുത്തി വെക്കേണ്ടി വന്ന ചില ഇൻസിഡൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ 10 ഇൻസിഡൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ഇൻസിഡൻറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫസ്റ്റ് ഇൻസിഡൻറ്റ്, വില്യം ദി കോൺക്വറർ ഡിഫീറ്റ് ഹാറോൾഡ് അറ്റ് ദി ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് 1066. ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ ഒരു രാജാവ് മറ്റൊരു രാജാവിനെ പരാജയപ്പെടുത്തി. ഇതിലിപ്പോൾ എന്തിട്ട് ഇത്ര വലിയ പുതുമയുള്ളത്? വർഷം നോക്കുക, 1066. ഇംഗ്ലണ്ടിൽ ജനിച്ച് വളർന്ന് അവിടുത്തെ പൗരത്വമുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഏർലി ഇൻഹാബിറ്റൻസ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യ പൂർവികന്മാർ എന്ന് അവകാശപ്പെടാവുന്ന ആളുകളിൽ നിന്നും ഹാറോൾഡ് എന്നൊരു രാജാവിനെ അവർ തിരഞ്ഞെടുത്തു. അവർ ആ രാജാവിൻ്റെ കീഴിൽ ഒരു രാജ്യമായി മാറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യമായി മാറിയിട്ടില്ല, പൂർണ്ണമായിട്ട് രാജ്യമായിട്ടില്ല. റോമൻ ഇൻവേഷൻ 560കളിൽ നടത്തി. അതിനുശേഷം അതിൽ നിന്നൊന്ന് കരകയറി അവരവരുടെ രാജ്യത്തിൻ്റെ ഒരു സിഗ്നേച്ചറിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു, സ്വന്തം ഐഡൻറ്റിറ്റിയിലേക്ക് കടന്നു വരാൻ നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് 1066 അവരുടെ രാജാവായിരുന്ന ഹാറോൾഡിനെ പറയുന്ന ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്ത് ആ ആക്ഷനിലിടയിൽ ഹാറോൾഡ് കൊല്ലപ്പെടുകയാണ്. ആദ്യമായിട്ടൊരു ഫോറിൻ റൂളർ ബ്രിട്ടനെ പിടിച്ചെടുത്ത് ബ്രിട്ടൻ്റെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. അപ്പോൾ ചോദിക്കും, സാറല്ലേ പറഞ്ഞത് ബ്രിട്ടൻ ഇതുവരെ ആരുടെയും കോളനി ആയില്ലെന്നേ. പിടിച്ചെടുത്ത രാജാവ് ഇവിടെ രാജ്യത്തെ കീഴിലാക്കി കോളനിവൽക്കരിക്കുകയല്ല ചെയ്തത്. പകരം അയാൾ ബ്രിട്ടൻ്റെ രാജാവായിട്ട് മാറുകയാണ് ചെയ്തത്. അല്ലാതെ ആ ബ്രിട്ടനെ അയാൾ ഭരിച്ചിരുന്ന ഒരു രാജ്യത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുപോയില്ല. അയാൾ നേരെ ബ്രിട്ടനിലേക്ക് കടന്നു വന്നു, ബ്രിട്ടൻ്റെ അധികാരം കൂടെ ഏറ്റെടുത്തു. അപ്പോൾ 2 രാജ്യത്തെയും ഒരുമിച്ച് ഭരിക്കുന്ന ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് പുറത്തു നിന്നും ഒരു രാജാവ് അല്ലെങ്കിൽ പുറത്തു നിന്നും ഒരു റൂളർ അവരുടെ രാജ്യം ഭരിക്കാനായിട്ട് കടന്നു വരുന്ന ഒരു സംവിധാനം ഉണ്ടായത് അന്നാണ്. അതാണ് ഹേസ്റ്റിങ്സിൽ നടന്ന 1066 വില്യം ഓഫ് കോൺകററും ഹാറോൾഡും തമ്മിലുള്ള യുദ്ധം. ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആ യുദ്ധത്തിനുണ്ടായ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായൊരു ഫോറിൻ റൂളർ വില്യം കോൺകറർ, അയാളുടെ പേര് തന്നെ നോക്കൂ, കോൺകറർ, പിടിച്ചെടുത്തു. അയാൾ ആ പേര് തന്നെ അയാളുടെ പേരിൻ്റെ കൂടെ ചേർത്തു. വില്യം ദി കോൺകറർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ 1066 ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തെ മാറ്റിക്കുറിച്ചു. വലിയൊരു മാറ്റമാണ്, ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ബിയോണ്ട് എക്സ്പെക്റ്റേഷൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ്. അത് സാധ്യമായത് വില്യം കോൺകറർ വിചാരിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ 1066 ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇൻസിഡൻ്റ് ഉണ്ടാകുന്നു. ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് 1066 ഹാറോൾഡിനെ പരാജയപ്പെടുത്തി വില്യം കോൺകറർ ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്നു. നെക്സ്റ്റ്, സീലിംഗ് ഓഫ് മാഗ്ന കാർട്ട. നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവമാണ്. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ജനാധിപത്യ സ്വാതന്ത്ര്യ രേഖ എന്ന് വിളിക്കപ്പെടുന്ന ഇൻസിഡൻ്റാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാഗ്ന കാർട്ട ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. കാരണം മാഗ്ന കാർട്ട ഒപ്പുവെക്കേണ്ടി വന്ന സാഹചര്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. 1215 സംഭവം അരങ്ങേറുന്നു. 1215 ഇംഗ്ലണ്ടിൻ്റെ രാജാവായിരുന്നത്
കിങ് ജോൺ എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. കിങ് ജോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കിങ് ജോൺ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കിങ് ജോണിന് ശേഷം ഒരുപാട് പേര് വിശ്വസിച്ചിരുന്ന ഒരു തിയറിയാണ് ഡിവൈൻ റൈറ്റ് തിയറി. ഡിവൈൻ റൈറ്റ് തിയറിയുടെ ഏറ്റവും വലിയ പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത്, ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ദൈവം നേരിട്ടാണെന്നും ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അധികാരമില്ലെന്നും ദൈവം തിരഞ്ഞെടുത്ത ഈ വ്യക്തി ഏതെങ്കിലും കാരണവശാൽ മോശം റൂൾ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് ജനങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷയാണ് എന്ന് പോലും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന തിയറിയാണ് ഡിവൈൻ റൈറ്റ് തിയറി. ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്ന ആശയം രാജാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടണം. ഭരണത്തിൻ്റെ എല്ലാ മേഖലയിലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കിങ് ജോൺ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ ഈ ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിക്കാൻ തയ്യാറായത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അവരെത്ര മോശം ഭരണം കാഴ്ചവെച്ചാലും ജനങ്ങളത് അംഗീകരിക്കാതെ വേറെ നിവർത്തിയില്ല. ജനങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ അവർ രാജാവിനോട് ചെയ്യുന്ന തെറ്റല്ല, മറിച്ച് ദൈവത്തെ നിഷേധിക്കലാണ്. ഈ ഒരു പേടി ജനങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുത്ത് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരം സ്വേച്ഛാധിപത്യപരമായിട്ടുള്ളൊരു ഭരണരീതി കാഴ്ചവെക്കുക. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി നടപ്പിലാക്കുക. അപ്പം ഇതിനെ ചോദ്യം ചെയ്യാനും ഇതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഒരുപാട് ബ്രിട്ടീഷുകാർ അവരിതിനെതിരെ ഒരു മാസീവ് ആൻഡ് വയലൻ്റ് അറ്റാക്കിന് തയ്യാറെടുത്തു. കാരണം അവർക്ക് മനസ്സിലായി രാജാവ് നമ്മളെയൊക്കെ കബളിപ്പിക്കുകയാണ്. ഡിവൈൻ റൈറ്റ് തിയറിയുടെ പേരും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അയാൾ സുഭിക്ഷ സുന്ദരമായിട്ടുള്ളൊരു ജീവിതം കാഴ്ചവെക്കുകയാണ്. എന്നാൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനോ അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചോ രാജാവ് ഒട്ടും ബോധവാനല്ല എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായി. 1215 ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ഒത്തുചേർന്ന് ഒരു പരാതി അല്ലെങ്കിൽ ഒരു അവകാശ പത്രിക തയ്യാറാക്കി അത് രാജാവിൻ്റെ മുൻപിൽ സമർപ്പിച്ചു. ഒപ്പിടാൻ തയ്യാറാകാതിരുന്ന കിങ് ജോണിനെ തടഞ്ഞു നിർത്തി ഒപ്പിടിയിച്ചതിന് ശേഷം മാത്രം പുറത്തു പോകാൻ അനുവദിച്ച ഒരു ഇംഗ്ലണ്ടിലെ സുപ്രധാന സംഭവമാണ് മാഗ്ന കാർട്ട. ഇംഗ്ലണ്ടിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇംഗ്ലീഷ് അവകാശങ്ങളുടെ ഏറ്റവും ഫൗണ്ടേഷൻ സ്റ്റോണായിട്ട് കണക്കാക്കപ്പെടുന്ന രേഖയാണ് മാഗ്ന കാർട്ട. കാരണം മാഗ്ന കാർട്ടയിൽ ഊന്നിയിട്ടാണ് പിന്നീട് ബ്രിട്ടൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും മറ്റ് അവകാശങ്ങളും ഒക്കെ രൂപവൽക്കരിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയ ഒരു പ്രക്ഷോഭമായിട്ട്, ഒരു വലിയ അവകാശ പോരാട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1215 കിങ് ജോൺ ആണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരി. അടുത്തത് 1346 ഉണ്ടായ ഒരു സംഭവമാണ്. ഇന്ന് നോവൽ കൊറോണ വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസ് ഡിസീസ്ഡ് ഇൻഫെക്റ്റഡ് ഡിസീസ് COVID-19 എന്ന് നമ്മൾ വിളിക്കുന്ന ഈ രോഗം ഇത്രയേറെ മൂർച്ഛിച്ചു. 1 കോടിയിലധികം ആൾക്കാർ മരണത്തിന് കീഴടങ്ങി. പല രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കാനിടയായി. ഇന്നത്തെ സാഹചര്യത്തിൽ 1 കോടി ജനങ്ങൾ മരിക്കുക എന്ന് പറയുന്നത്, ഞാൻ മരണത്തെ നിസ്സാരവൽക്കരിക്കുകയല്ല, അങ്ങനെ ചിന്തിക്കരുത്. 1 കോടി ആൾക്കാർ മരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയല്ല. കാരണം 700 കോടി ജനങ്ങൾ ലോകത്താകമാനമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ 750 കോടിയിലധികം. അതിൽ നിന്നും 1 കോടി ജനങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. കാരണം ഒരു ചെറിയ അസുഖം മൂലം, ചെറിയ അസുഖം, ഞാൻ കൊറോണയെ നിസ്സാരവൽക്കരിക്കുകയല്ല, പക്ഷേ ഞാൻ പറയാണ്, ഒരു സിംഗിൾ ഡിസീസ് മൂലം ഇത്രയും വലിയൊരു സംഖ്യ മരിക്കാനിടയാകുക, ലോകത്തിന് പിടിച്ചു നിൽക്കാൻ, ആ രോഗത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും.
ഇത് കാണിക്കുന്നത് ലോകത്ത് ശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും മെഡിക്കൽ ഫീൽഡ് ഇത്രമേൽ അഡ്വാൻസ് ചെയ്തിട്ടും ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ അസുഖത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. 1346 ഇംഗ്ലണ്ടിൽ ഇതുപോലൊരു അസുഖം പടർന്നു പിടിച്ചു. അത് പക്ഷേ കൊറോണ വൈറസ് ഒന്നും അല്ലായിരുന്നു, പ്ലേഗ് ആയിരുന്നു. പ്ലേഗ് ഈ ഒരു വലിയ രീതിയിൽ പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്ന അസുഖമാണ് പ്ലേഗ്. 1346 പ്ലേഗ് തുടങ്ങി ഒരു 4 മാസം കൊണ്ട് തന്നെ 1/3 ഓഫ് ദി ഇംഗ്ലീഷ് പോപ്പുലേഷൻ, അതായത് 1 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 33 ലക്ഷം ആൾക്കാർ മരിക്കാനിടയായ സാഹചര്യം. 1/3 ആൾക്കാർ ഇല്ലാതായി. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ നഷ്ടം, തിരിച്ചു പിടിക്കാൻ കഴിയാത്ത, പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത ഒരു നഷ്ടം. ഇപ്പം ഇന്ത്യയുടെ കാര്യം എടുക്കാം. ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 138 കോടി, എത്രയോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിലെ 1/3 ഓഫ് ദ പോപ്പുലേഷൻ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏകദേശം 45 കോടി ജനങ്ങൾ മരിച്ചു. അതാണ് ഇംഗ്ലണ്ടിൽ സംഭവിച്ചത്. ഇംഗ്ലണ്ട് ഈ സംഭവത്തെ പ്ലേഗ് ഡെത്ത് എന്നല്ല വിളിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം, കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത്. കാരണം ഇത്രയും ഇരുണ്ടൊരു പൈശാചികമായിട്ടുള്ളൊരു സംഭവം ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. 1/3 പോപ്പുലേഷൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ഇല്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കും? ഇനി മരിച്ച 3/1 ഭാഗത്തിൽ പെടുന്ന ആൾക്കാർ ഡിപ്പെൻഡൻറ്റിലുള്ളവരല്ല. അപ്പോഴോ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് പ്രായമായൊരു ചെറിയ കുട്ടികളൊക്കെയാണ്. ഇതിൽ മുതിർന്നവരെ, പണം ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരാണ് മരിക്കുന്നതെങ്കിൽ അവരുടെ ഫാമിലി, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അവരുടെ മുതിർന്നവരെ, അവരുടെ കുട്ടികൾ, ഭാര്യമാർ, ഒരുപാട് പേര് നിരാലംബരായി പോവും. അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ഇന്നിപ്പോൾ കൊറോണ മൂലം ഒരുപാട് പേര് മരണത്തിനിടയാവുന്നു, ഒരുപാട് പേര് അസുഖബാധിതരാകുന്നു, അവർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. കാരണം സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് വരാതിരിക്കുക, നല്ല കാര്യം, മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്. പക്ഷെ അവരപ്പാടെ അങ്ങോട്ട് നീക്കി നിർത്തുകയല്ല, അവരുടെ അസുഖം ഭേദമാകുന്നത് വരെ അവരെ സമൂഹത്തിൽ ഇടപഴകാൻ അനുവദിക്കാതിരിക്കുക, അല്ലാതെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും ലഭിക്കാത്തൊരു തിരിച്ചറിവ് അതാണ്. നമ്മൾ ചെയ്യുന്നത് ഒറ്റപ്പെടുത്തുകയാണ്. അസുഖം വന്നവനെ സമൂഹത്തിൽ നിന്നേ നീക്കിക്കളയുക. അതിന് പകരം അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി നിലനിർത്തിക്കൊണ്ട് അവർക്ക് സമൂഹവുമായിട്ട് ഇടപഴകൽ ഇല്ലാതാക്കുക. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി അതുമൂലം, കോവിഡ് മൂലം ഉണ്ടായ ഇക്കണോമിക് ക്രൈസിസിനെ മറികടക്കാൻ ലോകരാജ്യങ്ങളൊക്കെ തന്നെ നെട്ടോട്ട് ഓടുകയാണ്. പലരും അവരുടെ വിദേശ രാജ്യങ്ങളിലെ ജോലി ഉപേക്ഷിക്കേണ്ട സാഹചര്യം, സ്വന്തം നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസരം, അന്യനാടുകളിൽ കഷ്ടപ്പെടുന്നവർ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ളവർക്കും ജോലിയില്ല, തിരിച്ചു വരുന്നവർക്കും ജോലിയില്ല. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, ഹ്യൂജ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ഇതിനൊക്കെ മറികടന്ന് വരണം. 1346 ഇംഗ്ലണ്ട് ഇത്തരമൊരു ക്രൈസിസിനെ മറികടന്നു. അവരതിനെ സധൈര്യം നേരിട്ടു. അതുകൊണ്ട് ഇംഗ്ലണ്ട് പിന്നെയും ഉയർത്തെഴുന്നേറ്റ് വന്നു. 1346 ബ്ലാക്ക് ഡെത്ത്. ഇനി നിങ്ങൾ പരിചയപ്പെടേണ്ടത് വാർ ഓഫ് റോസസ്. വാർ ഓഫ് റോസസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ 2 കൗണ്ടികൾ തമ്മിലുള്ള യുദ്ധമാണ്. കൗണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജില്ലകൾ എന്ന് പറയും, ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾ എന്ന് പറയും. സ്വന്തമായിട്ട് ഭരണ സംവിധാനമുള്ള ചില പ്രദേശങ്ങളെയാണ് കൗണ്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റ് ലീഗ് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
ഓരോ കൗണ്ടികളാണ്. ലങ്കാസ്റ്റർ, യോർക്ക്ഷയർ, ഇസെക്സ്, വെസെക്സ്, സെസെക്സ്, മിഡിൽ സെക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട്, കെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കൗണ്ടികളായിട്ട് അവരെ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ കൗണ്ടികൾക്കൊക്കെ സ്വന്തമായിട്ടുള്ള അവകാശങ്ങൾ, സ്വന്തമായിട്ടുള്ള അധികാരങ്ങൾ ഒക്കെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കത് കൃത്യമായിട്ടുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാം. അവരുടെ കൗണ്ടിയുടെ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന തരത്തിൽ എന്തു മാറ്റങ്ങളും അവർക്ക് വരുത്താം. പക്ഷേ രാജാവിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പറ്റുള്ളൂ. പക്ഷെ രാജഭരണത്തിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടപ്പോൾ അടുത്ത രാജാവ് ആരാകണം, അല്ലെങ്കിൽ ഏത് കൗണ്ടിയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കണം രാജപദവിയിലേക്ക് വരേണ്ടത് എന്നുള്ളൊരു തർക്കം ഇംഗ്ലണ്ടിൽ ഉടലെടുത്തു. ആ തർക്കം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ തർക്കത്തെ തുടർന്നുണ്ടായ യുദ്ധമാണ് വാർ ഓഫ് റോസസ് എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള 2 കൗണ്ടികൾ, ഒന്ന് യോർക്ക്, YORK, യോർക്ക്, മറ്റൊന്ന് ലാൻകാസ്റ്റർ. ലാൻകാസ്റ്ററും യോർക്കും തമ്മിലുള്ള യുദ്ധമാണ്, അധികാര വടംവലിയാണ് യഥാർത്ഥത്തിൽ വാർ ഓഫ് റോസസ് എന്നറിയപ്പെടുന്നത്. പിന്നീട് ഇതിൽ ആര് ജയിക്കുന്നു എന്നുള്ളതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം. ഈ 2 കൗണ്ടികൾ തമ്മിലുള്ള ഈ അധികാര വടംവലിക്ക് അവസാനം കുറിക്കപ്പെടുന്നത് ഹെൻറി ട്യൂഡോർ എന്ന് പറയുന്ന വ്യക്തി റിച്ചാർഡ് III തോൽപ്പിക്കുകയാണ്. റിച്ചാർഡ് III തോൽക്കുന്നതോടുകൂടി വാർ ഓഫ് റോസസിന് അന്ത്യം കുറിക്കപ്പെടുകയാണ് 1485. വാർ ഓഫ് റോസസ്, അതായത് അധികാര തർക്കത്തെ തുടർന്നുണ്ടായ ഈ തർക്കത്തിനൊരു അവസാനം കാണുന്നു. ഹെൻറി ട്യൂഡോർ ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു. ഹെൻറി ട്യൂഡോർ അധികാരത്തിൽ വന്നതോടുകൂടി, ട്യൂഡോർ ഡൈനാസ്റ്റി ഇംഗ്ലണ്ടിൻ്റെ അധികാരം ഏറ്റെടുത്തതോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനമായി. ട്യൂഡോർ ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടാണ് എലിസബത്ത് രാജ്ഞിയൊക്കെ ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ട്യൂഡോർ ഡൈനാസ്റ്റിയുടെ കടന്നുവരവും വാർ ഓഫ് റോസസും 1485 സംഭവിച്ച ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. കാരണം ട്യൂഡോർ ഡൈനാസ്റ്റിയാണ് ഇംഗ്ലണ്ടിന് ഇന്ന് കാണുന്ന ഇംഗ്ലണ്ട് എന്നുള്ളൊരു മേൽവിലാസം ലോകത്തിന് മുൻപിൽ പറയത്തക്ക രീതിയിലുള്ളൊരു പ്രശസ്തി നേടിക്കൊടുത്തത്. അല്ലെങ്കിൽ ആ ഡൈനാസ്റ്റിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ അശ്രാന്ത പരിശ്രമം, രാജ്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി അവരൊഴുക്കിയ ചോരയും നീരും വിയർപ്പുമാണ് ഇംഗ്ലണ്ട് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു വന്നു. കാരണം 1346 പ്ലേഗ് പടർന്നു പിടിച്ച് ബ്ലാക്ക് ഡെത്ത് സംഭവിച്ചതിന് ശേഷം ഏകദേശം കൃത്യം 100-120 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ 130 വർഷത്തിന് ശേഷമാണ് വാർ ഓഫ് റോസസ് സംഭവിക്കുന്നത്. 1455 140 വർഷങ്ങൾക്ക് ശേഷമാണ് ട്യൂഡോർ ഡൈനാസ്റ്റി ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ലോകത്തിൻ്റെ മുൻപന്തിയിലെത്തുക എന്നതിനേക്കാൾ ഉപരി രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇംഗ്ലണ്ടിൻ്റെ അധികാരികൾക്ക് മുകളിലുള്ളത്. അതിനെ കൃത്യമായിട്ട് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നിർവഹിച്ച രാജ്യമാണ്, അല്ലെങ്കിൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നവരാണ് ട്യൂഡോർ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കടന്നുവരവും അവരുടേതായിട്ടുള്ള ഇടപെടലും ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നു. അടുത്തൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് 1564 ഇൻസിഡൻ്റാണ്. 1564 ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ എലിസബത്തിൻ്റെ കാലഘട്ടത്തിൽ, ക്യൂൺ എലിസബത്ത് ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുത്ത അവസരത്തിൽ വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ വ്യക്തിയുടെ ജനനത്തിന് കാരണമാകും. വില്യം ഷേക്സ്പിയർ ഇംഗ്ലണ്ടിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് വെറും ലിറ്റററി വർക്കിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഏകദേശം 1000 വേർഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ലിറ്റററി ലെജൻഡാണ് വില്യം ഷേക്സ്പിയർ. ഒപ്പം എലിസബത്തിൻ്റെ കൊട്ടാരത്തിലെ പോയിറ്റ് ലൊറേറ്റ് ആണ്, കൊട്ടാരം ആസ്ഥാന കവിയാണ് വില്യം ഷേക്സ്പിയർ. ഒരുപാട് നാടകങ്ങൾ, അദ്ദേഹത്തിൻ്റെ നാടകത്തിലൂടെ അദ്ദേഹം ലോകത്തിനു മുൻപിലേക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത്, അത് നല്ലതായാലും മോശമായാലും
രാജ്യത്തെ വിമർശിക്കുന്നതായാലും പ്രകീർത്തിക്കുന്നതായാലും ധൈര്യസമേതം അത് തുറന്നു പറയാൻ അദ്ദേഹം കാണിച്ച ആർജവമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കി തീർത്തു. അതുപോലെ തന്നെ അദ്ദേഹം വളരെ മികച്ചൊരു എൻ്റർടൈനർ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം സ്വന്തമായിട്ടൊരു നാടക കമ്പനി തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ കീഴിൽ ഒരുപാട് നാടകങ്ങൾക്ക് രൂപം കൊടുക്കുകയും ആ നാടകങ്ങൾ ഒക്കെ തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതിലൂടെ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു നാടകം മാക്ബത്ത് നിങ്ങൾക്ക് വരും സെമസ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. ഒരു സെമസ്റ്ററിൽ ഒരു ടെക്സ്റ്റ് മുഴുവൻ നിങ്ങൾക്ക് മാക്ബത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വില്യം ഷേക്സ്പിയർ എന്ന നാടകകൃത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ആറാമതായിട്ട് എനിക്ക് പറയാനുള്ള ചരിത്ര സംഭവം ഗ്ലോറിയസ് റെവല്യൂഷൻ ഇൻ 1688. 1688 ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് അരങ്ങേറി എന്നുള്ളതാണ്. എന്താണ് ഗ്ലോറിയസ് റെവല്യൂഷൻ? ഗ്ലോറിയസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, മഹത്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിച്ച വളരെ മഹത്തായിട്ടുള്ളൊരു വിജയമായിരിക്കും. അതുകൊണ്ടാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് തന്നെ അതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ് ഗ്ലോറിയസ് റെവല്യൂഷൻ? അന്നത്തെ രാജാവായിരുന്ന ജെയിംസ് സെക്കൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ കിങ് ജോണിനെ പോലെ വളരെ മോശമായിട്ടുള്ള ഭരണ സംവിധാനം കാഴ്ചവെച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പോരായ്മകളെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജെയിംസ് സെക്കൻഡ് അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ഇംഗ്ലീഷ് പാർലമെൻറ്റ് അദ്ദേഹത്തെ പുറത്താക്കാനും അധികാരം പിടിച്ചെടുക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കണ്ടുവെങ്കിലും അത് വിജയം കാണാനായിട്ട് അവർ സഹായം തേടിച്ചെന്നത് ഇദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള വില്യം ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന മറ്റൊരു രാജാവിൻ്റെ അടുത്തേക്കാണ്. വില്യം ഓഫ് ഓറഞ്ചിനോട് ഇവർ ചോദിച്ച സഹായം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരണമെന്നും ഇംഗ്ലണ്ടിൻ്റെ അധികാരം പിടിച്ചെടുക്കണമെന്നുമാണ്. ജെയിംസ് സെക്കൻഡിനെ പുറത്താക്കി അദ്ദേഹത്തിൻ്റെ മകൻ ജെയിംസ് തേർഡിനെ അധികാരത്തിൽ വരുത്താതെ താങ്കൾ ഈ രാജ്യത്തിൻ്റെ അധികാരം നേടിയെടുക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മറ്റൊരു രാജാവിനെ പോയി കാണുന്ന ഇൻസിഡൻ്റാണ്. പക്ഷേ ഇതിനെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിക്കാൻ കാരണം ഈ യുദ്ധത്തിൽ ഒരു തുള്ളി രക്തം പോലും ആർക്കും ചിന്തേണ്ടതായിട്ട് വന്നില്ല. കാരണം ജെയിംസ് സെക്കൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗവും പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വിഭാഗവും എതിർചേരികളിലായിട്ട് നിൽക്കുകയും ജെയിംസ് സെക്കൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗത്തെ എതിർത്തുകൊണ്ട് വില്യം ഓഫ് ഓറഞ്ച് അദ്ദേഹത്തിൻ്റെ സൈന്യവുമായിട്ട് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ സൈന്യം കടന്നു വന്നപ്പോൾ തന്നെ ആ സൈന്യത്തിൻ്റെ ശക്തി കണ്ട് പേടിച്ച് ജെയിംസ് സെക്കൻഡ് ഫ്രാൻസിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അതുകൊണ്ട് ഒരു എൻകൗണ്ടർ അവിടെ സംഭവിച്ചില്ല. ആംഡ് വാർ അവിടെ ഉണ്ടായില്ല. ജെയിംസ് സെക്കൻഡ് ഓടിപ്പോയതോടുകൂടി വില്യം ഓഫ് ഓറഞ്ച് ഇംഗ്ലണ്ടിൻ്റെ അധികാരം ഏറ്റെടുക്കുകയും പുതിയ രാജാവായിട്ട് സ്ഥാനമേൽക്കുകയും ചെയ്തു. അതോടുകൂടി ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന പേരിൽ രക്തച്ചൊരിച്ചിലില്ലാതെ ആരുടെയും മരണം സംഭവിക്കാതെ ഒരു യുദ്ധം, ശരിക്കും പറഞ്ഞാൽ യുദ്ധം നടക്കാതെ തന്നെ ഒരു വിപ്ലവം വിജയിച്ചെടുപ്പിക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു എന്നുള്ളതാണ് വലിയ നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് 1688 ഈ ഒരു ഇൻസിഡൻറ്റിനെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഏഴാമതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് വാട്ടർലൂ ഇൻ 1815, 1815. 1800-ൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒരു വർഷമാണ്. കാരണം
ലോകത്തിൻ്റെ ചക്രവർത്തിയായി മാറാനും ലോകത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാനും ഒരു വ്യക്തി ശ്രമിക്കുന്നതിൻ്റെ വലിയ ഒരു സിംറ്റംസ് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട വർഷമാണ് 1801-2 കാലഘട്ടം. അത് മറ്റാരുമായിരുന്നില്ല, ഫ്രാൻസിൻ്റെ ഏകാധിപതി ആയിരുന്ന നെപ്പോളിയനാണ് ലോകത്തെ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നെപ്പോളിയൻ്റെ ആയുധ ശക്തിക്കും അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ മുൻപിലും അദ്ദേഹത്തിൻ്റെ ഒരു പോരാളി എന്ന രീതിയിലും അദ്ദേഹത്തെ എതിർത്തു തോൽപ്പിക്കാൻ ലോകത്തെ മറ്റൊരു രാജ്യത്തിനും കഴിയാതിരുന്ന ഒരു കാലഘട്ടം. 1814 ലോകത്തിലെ മിക്ക രാജ്യങ്ങളും പിടിച്ചെടുത്ത് എൻ്റയർ യൂറോപ്പിനെ സ്വന്തം കാൽക്കീഴിൽ കൊണ്ടുവന്ന നെപ്പോളിയൻ സ്വയം സാമ്രാജ്യം ഉണ്ടാക്കി അതിൻ്റെ ചക്രവർത്തിയായി വിലസുമ്പോഴാണ് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായത്, ഇംഗ്ലണ്ട് കൂടി പിടിച്ചെടുക്കണം, ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഫ്രാൻസിൽ നിന്നും ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്ന് ഇംഗ്ലണ്ടിൻ്റെ അധികാരം കൂടി പിടിച്ചെടുത്ത് യൂറോപ്പിൻ്റെ പരമാധികാരിയായി മാറാൻ ശ്രമിക്കുകയും, പക്ഷെ വാട്ടർലൂ എന്ന സ്ഥലത്ത് വെച്ച് ഇംഗ്ലണ്ടിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലും പ്രതിരോധവും നെപ്പോളിയൻ്റെ പരാജയത്തിന് കാരണമാവുകയും നെപ്പോളിയൻ ആദ്യമായി ലോകത്തൊരു രാജ്യത്തിന് മുൻപിൽ തോൽവി സമ്മതിക്കേണ്ടി വരികയും ചെയ്യുകയാണ്. ആ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയതാണ് ഒരു പക്ഷേ ഇംഗ്ലണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ഒരു രാജ്യത്തിൻ്റെയും കോളനി ആവാതെ ഒരു രാജ്യത്തിൻ്റെയും കീഴിൽ പോകാതെ ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ സ്വന്തം കീഴിൽ നിർത്തിയ രാജ്യം എന്ന ടൈറ്റിൽ ഇംഗ്ലണ്ടിന് ലഭിച്ചതിൻ്റെ കാരണം നമ്മളിപ്പോൾ പറഞ്ഞ ഈ നെപ്പോളിയനിക് വാറിൽ ഇംഗ്ലണ്ടിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതും നെപ്പോളിയനെ തുരത്തി 1815 വാട്ടർലൂവിലെ ബാറ്റിലിൽ ഇംഗ്ലണ്ട് വിജയം നേടി എന്നുള്ളതുമാണ്. ഇംഗ്ലണ്ടിൻ്റെ ആ വിജയത്തോടു കൂടി ഒരു ഫോറിൻ ഇൻവേഷൻ, ഒരു കടന്നാക്രമണത്തിനുള്ള സാധ്യത അവസാനിക്കുകയും ഫ്രാൻസിൻ്റെ ഒരു മേൽക്കോയ്മ യൂറോപ്പിൽ ഇല്ലാതാവുകയും ചെയ്തു. അടുത്ത ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് 1837 സംഭവിച്ചതാണ്. ക്യൂൻ വിക്ടോറിയ ഇംഗ്ലണ്ടിൻ്റെ അധികാരം ഏറ്റെടുത്തു. 1837 ക്യൂൻ വിക്ടോറിയ വരുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ സ്ത്രീ മാത്രമാണ് ക്യൂൻ വിക്ടോറിയ. പക്ഷെ 1837 ഇംഗ്ലണ്ട് നേരിട്ടിരുന്ന ഒരുപാട് വെല്ലുവിളികൾ, ജെൻഡർ ഇഷ്യൂസ്, അതുപോലെ തന്നെ സഫ്രഗേറ്റ് മൂവ്മെൻറ്റ്, ഫെമിനിസ്റ്റ് ആശയം, അൺഎംപ്ലോയ്മെൻറ്റ്, ഒരു അടിസ്ഥാന ശമ്പളം ലഭിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ അതിപ്രസരം, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ അപ്രമാദിത്വം, ക്യാപിറ്റലിസത്തിൻ്റെ മേൽക്കോയ്മ, ഇങ്ങനെ തുടങ്ങി രാജ്യത്ത് ഉച്ചനീചത്വങ്ങൾ എന്ന് വിളിക്കാവുന്ന ഒരുപാട് പ്രതിസന്ധികൾ ക്യൂൻ വിക്ടോറിയയ്ക്ക് മുൻപിലുണ്ടായിരുന്നു. പക്ഷേ 1837 അതിനെയൊക്കെ സധൈര്യം നേരിട്ട് രാജ്യത്തിൻ്റെ അധികാരം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ഏകദേശം 60 വർഷം ഇംഗ്ലണ്ടിൻ്റെ ഭരണ സംവിധാനത്തിൽ രാജ്ഞിയായിട്ടിരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ക്യൂൻ വിക്ടോറിയ. ഒരു പക്ഷേ ഇത്രയും വലിയ ലോങ്കസ്റ്റ് പീരീഡ് ഇംഗ്ലണ്ടിൽ മറ്റാർക്കും തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. സെക്കൻഡ് എമംഗ് ദ ലോങ്കസ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്യൂൻ വിക്ടോറിയയുടെ പീരീഡ്. അപ്പോൾ ക്യൂൻ വിക്ടോറിയ വന്നതിന് ശേഷം ഇംഗ്ലണ്ടിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് സയൻറ്റിഫിക്, അതുപോലെ തന്നെ കൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ഇത്തരം മേഖലകളിൽ വലിയ കണ്ടെത്തലുകൾക്ക് കാരണമായി തീർന്ന ഒരു പീരീഡാണ് ഈ പറയുന്ന ക്യൂൻ വിക്ടോറിയയുടെ കാലഘട്ടം. എല്ലാ മേഖലയിലും, ട്രാൻസ്പോർട്ടേഷനിൽ പുതിയ തരത്തിലുള്ള നൂതനമായിട്ടുള്ള റോഡ് പണികൾ അല്ലെങ്കിൽ വാഹനങ്ങൾ, പുതിയ റൂട്ടുകൾ, ജിയോഗ്രഫിക്കൽ റൂട്ടുകൾ, പല രാജ്യങ്ങളിലേക്കുമുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ അവരുമായിട്ട് ട്രേഡിംഗ് ബന്ധങ്ങൾ, അതിന് സഹായിക്കുന്ന രീതിയിൽ ആവിയന്ത്രം, സ്പിന്നിങ് ജെന്നി തുടങ്ങിയ ഒരുപാട് ലോകത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടം. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില സുപ്രധാനമായിട്ടുള്ള
കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ക്യൂൺ വിക്ടോറിയയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ 1837 ക്യൂൺ വിക്ടോറിയൻ ഈറ. നെക്സ്റ്റ് വൺ 1945 നടന്ന ഇൻസിഡൻ്റ് ആണ്. മറ്റൊന്നുമല്ല, ലോകത്തെ പിടിച്ചുകുലുക്കിയ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനം കുറിക്കപ്പെട്ടു. സെക്കൻഡ് വേൾഡ് വാറിൽ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ജർമ്മനിയും ഇറ്റലിയും നിരുപാധികം കീഴടങ്ങുകയും അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും മുസോളിനി വധിക്കപ്പെടുകയും ചെയ്തതിനു ശേഷം യുദ്ധമുഖത്ത് നിന്ന് പിന്മാറാൻ തയ്യാറായ ഇറ്റലിയുടെയും ജർമ്മനിയുടെയും പിന്മാറ്റം ലോകത്ത് സമാധാനത്തിൻ്റെ പുതിയ വെളിച്ചം പകർന്ന വർഷമാണ് 1945. കാരണം ലോകത്തിലെ തന്നെ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ പിടിച്ചുകുലുക്കിയ അല്ലെങ്കിൽ ഒരുപോലെ നാശോന്മുഖമാക്കി മാറ്റിയ, വലിയ രീതിയിൽ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, ഇൻഫർമേഷണൽ, ടെക്നോളജിക്കൽ, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ മേഖലകളെ തകർത്ത് തരിപ്പണമാക്കിയ യുദ്ധമാണ് സെക്കൻഡ് വേൾഡ് വാർ. ഒരുപക്ഷെ ബ്രിട്ടന് ഏറ്റവും കൂടുതൽ യുദ്ധ ആയുധങ്ങൾ, ആളുകൾ, അവരുടെ പടക്കപ്പലുകൾ, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പണത്തിൻ്റെ നഷ്ടം സംഭവിച്ച കാലഘട്ടം കൂടിയാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കപ്പെടണം എന്നുള്ളത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 1945 ഇംഗ്ലണ്ട് യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ജർമ്മനിയും ഇറ്റലിയുമായിട്ട് ധാരണയിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ഒരു ധാരണയാണ് ഒരു പക്ഷേ ലോകത്ത് സമാധാനത്തിൻ്റെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കാരണമായി തീർന്നിട്ടുള്ളത്. അപ്പോൾ 1945 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ എൻഡ് ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരം ഒരു പുതിയ സമാധാനമുള്ള രാജ്യത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇംഗ്ലണ്ട് കടന്നു വരാനായിട്ട് കാരണമായി. അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് 1990കളിൽ ടിം ബെർണേഴ്സ് ലീ WWW എന്ന വേൾഡ് വൈഡ് വെബിന് തുടക്കം കുറിച്ചു. ഒരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ടിം ബെർണേഴ്സ് ലീ ലോകത്തിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആഗോള കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് തുടക്കം കുറിച്ചു. ഒരു കമ്പ്യൂട്ടറിൽ ലഭ്യമായ വിവരം ലോകത്തിൻ്റെ മറ്റേതൊരു ഭാഗത്തിലുള്ള കമ്പ്യൂട്ടറുകളിലേക്കും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വേൾഡ് വൈഡ് വെബ്. ഒരു പക്ഷേ ഇൻഫർമേഷൻ ടെക്നോളജി IT-യുടെ വലിയ മാറ്റത്തിന്, വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമായി തീർന്ന ഇൻസിഡൻറ്റ് കൂടിയാണ് WWW എന്ന വേൾഡ് വൈഡ് വെബിൻ്റെ കണ്ടെത്തൽ. അതിലൂടെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉയർന്നു വന്നതും വളരെ ശക്തമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക ഇടപെടൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ മാറ്റത്തിന്, വലിയ ഒരു ചേഞ്ചിന് തുടക്കം കുറിച്ച വ്യക്തി എന്ന രീതിയിൽ ടിം ബെർണേഴ്സ് ലീ വളരെയധികം ഫേമസ് ആയ അല്ലെങ്കിൽ പ്രശസ്തനാക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും മാറ്റം കൊണ്ടുവന്ന 10 ഇൻസിഡൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഓർത്തു വയ്ക്കുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇത് വലിയ ഉപകാരമായി തീരും എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടി നിർത്തട്ടെ. താങ്ക് യു.